കയറി കഴിഞ്ഞടാ. ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാ? അതല്ലടാ, അച്ഛൻ മരിച്ചു. അത് നന്നായി, അത് നന്നായി, അത് നന്നായി. മാമ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചു. ആ നീ കുടിച്ചോ? ഞാൻ കുടിച്ചു. ആ ഇങ്ങനത്തെ പായസം കുടിച്ചാ? പായസം കുടിച്ചു മോനെ, 3 ഗ്ലാസ് കുടിച്ചു. ആ പായസം കുടിച്ചാ? കുടിച്ചടാ. പായസം കുടിച്ചൂല്ലേ? പായസം കുടിച്ചോ? കുടിച്ചല്ലേ പറഞ്ഞത്. ആ പായസം കുടിച്ച നന്നായി മോനെ. മോന്റെ അച്ഛൻ മരിച്ചതിൽ വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ. അച്ഛൻ മരിച്ചു? അച്ഛൻ മരിച്ചു പോയി. അതല്ലേ പറഞ്ഞത്. എന്റെ അച്ഛൻ മരിച്ചു പോയി. ആ അച്ഛൻ മരിച്ചു പോയി ഉണ്ണേട്ടാ. അതെ, അച്ഛൻ മരിച്ചോണ്ടാണല്ലോ ഞാൻ ഇവിടെ വന്ന്. അത് നന്നായി. ആ അത് നന്നായി. ഇരിക്കു നീ. മാമ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചോട്ടാ. ആ അത് നന്നായി, അത് നന്നായി. ഉണ്ണേട്ടാ എന്താ മോനെ? പായസം കുടിച്ചാ? പായസം കുടിച്ചാ? അമ്മ പായസം കുടിച്ചാ? ആ ഞാൻ കുടിച്ചോടാ. ആ ഇത് നന്നായി, അത് നന്നായി. ഇത് നന്നായി. ഞാനാണ് ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയല്ലേ മാവാ? ആ കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പറഞ്ഞ ആളുകളൊക്കെ വന്നല്ലോ. ആ ആ ഭക്ഷണവും കുറച്ച് ബാക്കിയുണ്ട്. ആ ഇതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ ആശുപത്രി ചെലവ് ഇവിടെ അടിയന്തരമൊക്കെ കൊണ്ട് ഒരുപാട് പൈസ ചെലവായി. നന്നായി. ഞാനിപ്പോ ഇതുകൊണ്ട് നിന്നല്ലോ. അങ്ങനെ ജീവിച്ചിരുന്നപ്പോ നമുക്കൊരു ഗുണം കിട്ടിയിട്ടില്ല മാവാ. അതുകൊണ്ടൊരു ഇനിയിപ്പൊ അതൊന്നും പറയണ്ടടാ. ഇനിയിപ്പോ എന്തിനാ അതൊക്കെ പറയണ്ടേ? ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ തടി ശുദ്ധമായല്ലോ. നന്നായി. ഞാൻ ഇറങ്ങട്ടെ കേട്ടാ. നാളെ പോവാം മാവാ. എന്തിനാ ഞാൻ നാളേക്ക് വെക്കുന്നത്? ആ മരണവും കഴിഞ്ഞ് 16 അടിയന്തരവും കഴിഞ്ഞു. ഇനി എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പോട്ടെ. അല്ല അമ്മാവനൊരു കാരണവരായിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബലമല്ലേ. നിക്കമ്മാവാ. നാളെ പോവാട്ടാ. അല്ല പോണേ. അല്ല നാളെ പോവാ. നാളെ പോവാട്ടാ. ഹലോ, അത് നന്നായി. എപ്പാ ആണാ? ആണോ? ഏത് ഹോസ്പിറ്റലില്? എന്താണ്? ആ ഇപ്പൊ വരാട്ടാ. ആ ശരി ശരി. അത് നന്നായി. അമ്മാവാ, മന്മഥന് ആക്സിഡന്റ് ആയിരുന്നു. ഇപ്പൊ പോയല്ലോ ഇവിടുന്ന്. ഇപ്പൊ അങ്ങോട്ട് ചെന്നപ്പോ ഹൈവേയിലെത്തിയപ്പോ പുറകിൽ നിന്ന് ഒരു കാറ് വന്ന് ഇടിച്ചെന്ന്. ആശുപത്രിയിലോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. അത് നന്നായി. മന്മഥനെ വണ്ടി ഇടിച്ചെന്ന്. അയ്യോ അത് നന്നായി. വാമ വന്ന അവിടത്തോളം പോവാ. നന്നായി. പണ്ടു 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 ഇപ്പൊ വരാട്ടോ. ഉണ്ണേട്ടാ പായസം കുടിച്ചാ? പണ്ടു ഞങ്ങൾ വരൂട്ടാ. അത് നന്നായി, അത് നന്നായി. അത് നന്നായി. അത് നന്നായി. ഇവിടെ നിങ്ങൾ എത്ര കാലം നിങ്ങൾ കണ്ടെങ്കിൽ ഇവിടെ ഇല്ലേനെയോ? ഞാൻ മോളെടുത്തായിരുന്നു. എടാ പയ്യന്നൂരോ? ആ പയ്യന്നൂർ. അതിൻ്റെ അവിടെ ആടെ മോളെ വീട്ടിൽ നിൽക്കലാന്ന് വേണ്ടായിന്. അവളവിടെ പുതിയ വീടുണ്ടാക്കിയോ? ആ ആടെ ഒരു പുതിയ വീടെല്ലാം ഉണ്ടാക്കി എന്നോട് ഞാൻ വീട്ടിൽ നിൽക്കലാം. അവർ ജോലിക്ക് പോകുമ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കലാം. ആഹാ, എന്താ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്? ഇപ്പോൾ അവർ ഒരു പട്ടീനെ മേടിച്ചു. ആ അപ്പം പിന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ വീട്ടിലേക്ക്, നിങ്ങൾ നിൽക്കണ്ട, കാവലിന് നായിണ്ട്. ഇതിപ്പോ എല്ലായിടത്തും ഉണ്ട് രാഘവട്ടാ. അതിൽ നിങ്ങൾ വിസ്മിക്കൊന്നും വേണ്ട. ഒരുവിധ അച്ഛന്മാരൊക്കെ കഥ ഇപ്പം അങ്ങനെ തന്നെയാണ്. ഒരു നായിൻ്റെ വില പോലും ഇല്ല നമുക്ക് മക്കളെടുത്തൊന്നും. മൊയ്തിപ്പോൾ അടുത്തൊക്കെ പോന്ന് ഞാൻ നമ്മളെ പ്യാരിൻ്റെ അവിടെ ഒരു പ്രശ്നം വെക്കൽ നടക്കണ്ടാണ്. ഞാൻ അവിടെ എത്തേണ്ടതാ. ഞാൻ മോളെ കുട്ടീനെ നേഴ്സറി കൊണ്ടാക്കാൻ പോയിട്ട് കുറച്ച് നേരം പോയിപ്പോയി. എന്ത് പ്രശ്നം? അവിടെ അല്ല, അവിടുത്തെ പ്രശ്നം നിങ്ങൾ അറിഞ്ഞില്ലേ?
ഇവിടെ കച്ചറ സൂതം മരിച്ചു നിങ്ങൾ അറിഞ്ഞു. അത് ഞാൻ മോളെ വാട്സപ്പിൽ നിന്ന് അറിഞ്ഞിനി. ജീവിച്ചിരുന്നപ്പോ ഓനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോ കുട്ടികൾ ഒരുപാട് കയ്യലവാക്കി അതല്ലേ? കള്ള നായ്ക്ക് വേണ്ടി. ആ. ഈ അടിയന്തരം കഴിഞ്ഞ ദിവസം വീട്ടിലാകെ പ്രശ്ന. എന്താ പ്രശ്നം? പ്രശ്നം എന്ന് പറഞ്ഞാല് മന്മഥല്ലേ, മന്മഥൻ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് വീണ്ടും അവന്റെ കൈ ഒടിഞ്ഞു. ഓ എൻ്റെ അപ്പ. ആ പ്യാരിജാതിന് ഒരു പീടി ഉണ്ടായിരുന്നല്ലോ, ആ പീടി ഒരു ദിവസം രാത്രി രണ്ട് കത്തിപ്പോയി. എന്തെന്നാ പെരയില് ഒരു ഓമന ചോളത്തി ഒരു പൂച്ചണ്ടേനി, ആ പൂച്ചണ്ട് കിണറ്റിൽ ചത്തിടക്കും. അടുക്കളയിൽ ഒരു പാമ്പ്, പാമ്പിനെ കണ്ട് മണ്ടോതിരിന്റെ മണ്ട പൊട്ടി. പിന്നെ ഒരു കോഴി ഉണ്ട്, ആ കോഴി ഇന്നലെ കാറിനൊടിക്കിട്ട് കോഴി എത്തു. അങ്ങനെ മൊത്തം പ്രശ്നങ്ങളാ, അനർത്ഥങ്ങൾ. ഇപ്പൊ ഈ അനർത്ഥങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നം വെപ്പിക്കേണ്ട ഒരു പൂജാരിനെ കൊണ്ട്. പൂജാരി പണിക്കരല്ലേ? ആ പണിക്കരെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുക. അപ്പൊ എന്നോടൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, നിങ്ങളും പോരി നമുക്ക് അങ്ങോട്ട് പോവുക. ഞാൻ വരുന്നില്ല. അതിങ്ങനെ പ്രശ്നം പറ്റുന്നൊന്ന് പോയിക്കൂടാ. അത് നമുക്ക് വല്ല ദോഷം ചെയ്യും. അങ്ങനെ ഉണ്ടോ? ഞാൻ വരുന്നില്ല. പോണ്ടാന്നാ എനിക്ക് പറയാനില്ല. അല്ല എന്നെ വിളിച്ചാണ് ഇപ്പൊ, പോകാണ്ട് പറ്റില്ലല്ലോ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്നാ പോയിട്ട് വാ. ഞാനെന്തെങ്കിലും കൊണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ? പ്രശ്നം വെക്കുന്നിടത്ത് പെട്ടെന്ന് പ്രശ്നമാകുമോ? എന്തായാലും വിളിച്ചല്ലേ, പോയി നോക്കാം. അത് നന്നായി. അതിരിക്കട്ടെ. പേരെന്താ? പേരെന്താണെന്ന്? പേരെന്താ? പേരെന്താ? ഒന്നുമില്ല. അത് നന്നായി. കുട്ടിയുടെ തലക്കെന്താ പറ്റിയ? അടുക്കളയില് പാമ്പ് വന്നു, അത് കണ്ട് ഓടിയപ്പോ വീണു. ഈ മരിച്ച ആള് പാമ്പായിട്ടാണല്ലോ നടന്നത്, ചുറ്റി നടന്നത്, ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇതെന്താണ്? സ്കൂട്ടറിൽ പോയപ്പോഴേ കാറ് പിന്നീന്ന് വന്ന് ഇടിച്ചതാ. ഇടിച്ചതല്ല, ഇടിപ്പിച്ചതാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? കാരണമുണ്ട്. മരിച്ച ആളുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. അത് നന്നായി. എന്താ നമുക്ക് അതിനുള്ളൊരു പ്രതിവിധി എന്താ? ആവാഹനവും ഉച്ചാടനവും ചെയ്യേണ്ടതായിട്ട് വരും. അല്ല, അങ്ങനെയാണെങ്കിൽ അതിന് ചെലവ് വരില്ലേ? ഏറ്റവും ചുരുങ്ങിയത് 1,00,000 രൂപയെങ്കിലും കുറഞ്ഞത് വേണ്ട വരും. ചെയ്തതാ 1,00,000 രൂപേന്റെ അച്ഛനെ പിടിച്ച് കെട്ടാനൊക്കെ ഉള്ളൂ അല്ലേ? മരിച്ചുപോയ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. അതിങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അതിന് ഒരു സമാധാനം വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം. അതെ, എല്ലാവരും കൂടെ കൂടിയിട്ട് അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ. എന്ത് വർത്താനാണ് അമ്മായി പറയണം? ജീവിച്ചിരിക്കുമ്പോ തന്നെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ 4,77,300 രൂപയാണ് ഞാൻ ചെലവാക്കിയേക്കണേ. നീ എന്റെ പൈസ ഇല്ല. അതെ, ഈ ചെറിയ എന്തെങ്കിലും പരിപാടിയിൽ അത് നടക്കുവോ? ചെറിയ പരിപാടി കൊണ്ടൊന്നും നടക്കൂല. എവിടെയാണ് ഇയാൾ അലിഞ്ഞ് നടക്കണത്? ഇപ്പൊ എവിടെയാണ് അലിഞ്ഞ് നടക്കണേന്ന് ഇയാള്? ഈ കുടുംബത്തിൽ തന്നെ അലിഞ്ഞ് നടക്കുകയാണ്. എടാ, ഇത്ര കാലം അലിഞ്ഞ നടക്കന്നെ ആയിരുന്നല്ലോ, ഇനി അലിഞ്ഞങ്ങനെ നടന്നോട്ടെ, അങ്ങനെ വിചാരിച്ച പോലെ. ഈ 1,00,000 രൂപ മുടക്കിയിട്ട് ഇനി പുള്ളിക്ക് ശാന്തി ഒന്നും കിട്ടണ്ട. ഞങ്ങൾക്ക് ഒരു ശാന്തിയിൽ സമാധാനം തന്നിട്ടില്ല ഇയാള്. അല്ല, നിങ്ങളെ അച്ഛനെ വേണ്ടിട്ടല്ലേ? അത്ര ഇതാണെങ്കിൽ മൊയ്തൊക്കെ ചെലവാക്കും. അല്ല, സ്വന്തം അച്ഛനായതുകൊണ്ട് പറഞ്ഞാ ഞാൻ. എന്താ അച്ഛൻ എന്റെ മൊയ്തൊക്കെ? ജീവിച്ചിരിക്കുമ്പോ തന്നെ അങ്ങേര് ഞങ്ങൾക്ക് അമ്മക്ക് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. മനുഷ്യൻ ചത്തു കഴിയുമ്പോ ശാന്തി കിട്ടണമെങ്കിലേ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും നന്മ ചെയ്യണം. ഇപ്പൊ ഈ 1,50,000 രൂപ മുടക്കിയിട്ട് അച്ഛനങ്ങനെ ശാന്തി കിട്ടണ്ട. എവിടെയെങ്കിലും പോയി അലയട്ടെ.
അത് നന്നായി ന്യായം മായം മറിമായം